ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൾ അബൌട്ട് മെഡിസിൻ ഇൻ ജോർജിയ കേട്ടോ. ജോർജിയയിൽ മെഡിസിനെ കുറിച്ച് എവറിത്തിങ് ലൈക്ക് ഫീസ്, സിലബസ്, എങ്ങനെ വരണം, എലിജിബിലിറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഇങ്ങനെ ഇട്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ കമൻസിൽ ഇടാൻ വേണ്ടി. അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാർട്ട് ടൈമിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കുറേ പേർക്കൊക്കെ അത് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തോന്നി എന്ന് തോന്നുന്നു. കാരണം കുറച്ച് DMs ഒക്കെ വന്നായിരുന്നു പാർട്ട് ടൈം ജോബിനെ റിലേറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ് മാത്രമായിരുന്നു കുറേ സമയത്തേക്ക് DM വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടി എനിക്ക് തരണമെന്നുണ്ട്. കാരണം അത് മിസ് ഇൻഫർമേഷൻ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടി. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി സാധാ പറയുന്ന പോലെ വർത്താനമൊന്നും കൊള്ളില്ല, ഷോർട്ടാക്കി പറയാൻ ശ്രമിക്കാം. പക്ഷെ കുറച്ച് ലെന്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ മെഡിസിനിൽ തുടങ്ങാം. പിന്നെ BSc നഴ്സിംഗ് ആണ് എനിക്ക് കുറേ വരുന്നത്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം, എനിക്കറിയാവുന്നത് മാത്രം. ആൻഡ് അപ്പം ഫസ്റ്റ് മെഡിസിനെ പറ്റി പറയുവാണെങ്കിൽ നീറ്റ് കമ്പൽസറി ആണ് ഇവിടെ മെഡിസിൻ ചെയ്യണമെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് നീറ്റ് ഇല്ലെങ്കിലും ഇവിടെ MBBSന് അഡ്മിഷൻ കിട്ടും. പക്ഷെ ഇൻ കേസ് ഈ നീറ്റ് നമ്മൾ എന്തിനാ എഴുതിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈ ആയിട്ട് വരണമെന്ന് പറയുന്നത്, നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിഗ്രിക്ക് വാല്യുവേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യണം ഉള്ള ഒരു സിറ്റുവേഷൻ, വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നീറ്റ് എന്തായാലും കമ്പൽസറിയാണ്. അതുകൊണ്ടാണ് നീറ്റ് എഴുതിയിട്ട് നിങ്ങൾ വരാൻ പറയുന്നത്. ജസ്റ്റ് ക്വാളിഫൈ മാർക്ക് മതി. ഇപ്പോൾ നിങ്ങൾ OBC ആണെങ്കിൽ ആ OBCയുടെ എത്ര പെർസെൻറ്റേജിലാണോ അത്രയും പെർസെൻറ്റേജും മതി. +2 സയൻസ് ആയിരിക്കണം ഫോർ മെഡിസിൻ. ആൻഡ് അതിൽ 50% എബോവ് മാർക്ക് വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റാണ്. ഏജ് 17-നും 25-ക്കും ഇടയ്ക്ക് ആയിരിക്കണം നമ്മുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രൊസീജിയർ ഭയങ്കര എളുപ്പമാണ്. ആദ്യമേ നമുക്കൊരു ഏജൻസി വേണം കേട്ടോ. കാരണം ഇവിടുത്തെ മിനിസ്ട്രിയുടെ പ്രോസസ്സിങ്ങും വിസ പ്രോസസ്സിങ്ങും ഒക്കെ കിട്ടാൻ ഒരു ഏജൻറ്റ് വേണം ഇവിടെ. ആൻഡ് പിന്നെ നമ്മൾ വിസ പ്രോസസ്സിങ് ഡേറ്റ് എന്ന് പറയുന്നത് 45 days ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വിസയുടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് VFSൽ കൊടുത്തു കഴിഞ്ഞ് VFS ആ ഒരു വിസ പ്രോസസ്സിങ് ടൈമാണ് 45 വർക്കിംഗ് ഡേയ്സ്. അല്ലാതെ എനിക്കൊരു 2-3 months എടുക്കുമെന്ന് തോന്നി. പേപ്പേഴ്സ് ഡൽഹിയിൽ പോയി അറ്റസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു 1-2 months എടുക്കുമെന്ന് തോന്നുന്നു. പിന്നെ വിസ നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും. അത് 3 monthsലേക്കാണ് കിട്ടുന്നത്. ഈവൻ നിങ്ങളിപ്പം GCC കൺട്രിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വിസ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ജോർജിയ വരാൻ. കാരണം വിസ ഓൺ അറൈവൽ കിട്ടും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നേരത്തെ വരാൻ പറ്റും. അല്ലാതെ ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ, ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അതാണ് ഈ 45 days നമ്മൾ വിസ മുൻകൂട്ടി എടുത്തിട്ട് വരണം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എക്സാമായിട്ടൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ വരുന്ന ടൈമിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് നമുക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയാവോ എന്നാണ് നോക്കുന്നത്. അവരൊരു സൂം മീറ്റിംഗ് പറയും. അതിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുത്തെ ഇൻ്റർനാഷണൽ അഫയേഴ്സിലെ ഒരു ഓഫീസർ ഇരിക്കും. എനിക്കൊരു ലേഡി ചെയ്യുന്നു. അവർ ആദ്യം എന്നോട് ചോദിച്ചു, ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ത്യയിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പം കേരളയാണ്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. പിന്നെ എന്തുകൊണ്ട് ജോർജിയ ചൂസ് ചെയ്തു, എന്തായാലും ഒരു ബേസിക് ഇംഗ്ലീഷ് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ആയിരുന്നു, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ. പക്ഷെ ഇപ്പം അതില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഈ ഇൻ്റർവ്യൂവും റിട്ടൺ ഫോം ആയിട്ടാണ് വന്നത്. ലൈക്ക് അവർ ക്വസ്റ്റ്യൻ അയച്ചു തരും. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, അതുമായിരിക്കും വന്നത്. അത് ഇൻ്റർവ്യൂ ഇസ് നോട്ട് എ ബിഗ് ഡീൽ. അതത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ വരിക. പിന്നെ ഇവിടുത്തെ സിലബസ് എന്ന് പറയുന്നത്, ഇവിടെ MBBS കോഴ്സ് എന്ന് പറയുന്നത് 6 years കോഴ്സാണ്. അതിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം നാട്ടിലെ പോലെ നമ്മൾ പഠിച്ചിറങ്ങി 1 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഇല്ല. നമുക്കതിന് പകരം 3rd year തൊട്ട് നമുക്ക് ക്ലിനിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഇവിടുത്തെ MBBS എന്ന് പറയുന്നത് 6 yearsൽ ഫസ്റ്റ് 3 years പ്രീ ക്ലിനിക്കലാണ്. ആ പ്രീ ക്ലിനിക്കൽ കോഴ്സിൽ വരുന്ന ഫുൾ തിയറീസ് ആയിരിക്കും. ഫുൾ നമ്മൾ യൂണിവേഴ്സിറ്റി ക്ലാസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ചെറിയൊരു ക്ലിനിക്കൽ എക്സ്പോഷറിന് വേണ്ടി ഇപ്പോൾ SUലാണെങ്കിൽ SUവിൻ്റെ സ്റ്റിമുലേഷൻ
ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ നമ്മളിപ്പോൾ എന്താ CPR, ഇഞ്ചെക്ഷൻ, ബ്ലീഡിങ് നിർത്തുന്നത് എങ്ങനെയാണ്, ഗ്ലൂക്കോസ് മീറ്റർ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ ക്യാപ്സ് എന്ന് പറഞ്ഞ് പഠിക്കും. എല്ലാ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ടേ പഠിക്കും. അതാണ് നമുക്ക് ഫസ്റ്റ് തേർഡ് ഇയറിൽ നമുക്കൊരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ അത് കഴിഞ്ഞ് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ തേർഡ് ഇയർ തൊട്ടാണ്. തേർഡ് ഇയർ ഇവിടെ പറയുന്നത് ക്ലിനിക്കലാണ്. അപ്പോൾ തേർഡ് ഇയറിന് മുമ്പ് ക്ലിനിക്കലും തേർഡ് ഇയർ കഴിഞ്ഞ് ക്ലിനിക്കലും. ഈ ക്ലിനിക്കൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഹോസ്പിറ്റൽ ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പം തിയറി കുറച്ചേ ഉള്ളായിരിക്കും. നമുക്ക് യൂണിവേഴ്സിറ്റി ക്ലാസ് കുറവായിരിക്കും, മോർ ഹോസ്പിറ്റൽ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ആ തേർഡ് ഇയർ തൊട്ട് ഈ 6 ഇയർ വരെ ഈ ഒരു 3 വർഷം നമ്മൾ എന്തോരം ക്ലിനിക്കൽ ചെയ്യുന്നു, അതായത് 1 വർഷമായിരിക്കും. ഈ 3 വർഷം കൂടി കൂട്ടി നമുക്ക് ഓരോരോ ദിവസമായിരിക്കുമല്ലേ ക്ലാസ്, അങ്ങനെ കൂട്ടിയാണ് ഇവിടെ 1 വർഷം ഇൻറ്റേൺഷിപ്പ് വരുന്നത്. ഇപ്പം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 12th സെമ്മിൽ ഇൻറ്റേൺഷിപ്പ് സർജറി എന്ന് പറഞ്ഞൊരു ഇത് കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നോർമൽ തന്നെയാണ്, ഇത് ജസ്റ്റ് നമ്മൾ പോയി ഹോസ്പിറ്റൽ അറ്റൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം ക്ലിനിക്കൽ പറയുമ്പം നമ്മൾ നാട്ടിലെ പോലെ നമുക്ക് ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ഇൻ ഹാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുത്തെ ജോർജിയൻ റൈറ്റ്സ് ആണ്, സ്റ്റുഡൻസിനെ കൊണ്ട് പേഷ്യൻസിനെ തൊടിയിക്കില്ല എന്നുള്ളത്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ, ക്ലിനിക്കലിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന സർജറീസ് ആട്ടോ, ഫുൾ സർജറീസ്. ഇപ്പം എന്താ അൾസറിൻ്റെ സർജറീസിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്നാലും ഹാർട്ട് സർജറി, അങ്ങനത്തെ ഡെലിവറീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളെന്താ സ്റ്റെറൈലായിട്ട് നിൽക്കുക, നമ്മൾ ആ സ്റ്റെറൈൽ ബ്രേക്ക് ചെയ്യൽ അങ്ങനെയൊക്കെ. അല്ലാതെ നമുക്ക് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റെയറായിട്ടാണ്. അതും ലാസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 1-2 ഇത് നമ്മൾ എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെയും നമ്മൾ അത്രത്തോളം പഠിച്ചിട്ടെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് അവസാനം കിട്ടിയാൽ കിട്ടുക. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്കിലാണ് നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിങ് ഒക്കെ കിട്ടുന്നത്. അത്രയ്ക്കും ഇതായിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ ചിലർക്കൊന്നും കിട്ടത്തില്ല. ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. സർജറീസ് എല്ലാം കാണാൻ പറ്റും. പേഷ്യൻസിൻ്റെ അടുത്ത് പോയി നമുക്ക് ഹിസ്റ്ററി എടുക്കാം. പക്ഷെ ആ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജോർജിയ അറിയണം. കാരണം ഇവിടുത്തെ പേഷ്യൻസിനും ഇംഗ്ലീഷ് അങ്ങനെ അറിയണമെന്ന് ഇതില്ല. പിന്നെ നമുക്ക് ഡോക്ടറിനോടൊക്കെ ചോദിച്ചിട്ട് കുറേ സർജറീസ് കാണാൻ പറ്റും, അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടർ എനിക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ആ നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് എന്താണ് ഹോസ്പിറ്റൽസ് അവരെ ആൾക്കാർ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹാൻഡ് ടു ഹാൻഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് സെമ്മിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ബോഡി സ്ട്രക്ചർ 1, ബോഡി ഫങ്ഷനിങ് 1 എന്നാണ്. ഈ ബോഡി സ്ട്രക്ചർ 1ൽ സബ്ജക്റ്റായിട്ട് വരുന്നതാണ് അനാട്ടമി, ഹിസ്റ്റോളജി, ഇമേജിംഗ് എന്ന് പറയുന്ന റേഡിയോളജിയുടെ ഒരു ചെറിയ പാർട്ടാട്ടോ. ഈ 3 സബ്ജക്റ്റാണ് ബോഡി സ്ട്രക്ചർ 1. അങ്ങനെ ബോഡി സ്ട്രക്ചർ 5 വരെ ഉണ്ട്. അപ്പം ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ മസിൽ സിസ്റ്റവും സ്കെൽറ്റൽ സിസ്റ്റവും എന്ന അനാട്ടമിയിൽ ആ സെയിം മസിൽ സിസ്റ്റം സ്കെൽറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഹിസ്റ്റോളജി പാർട്ടായിരിക്കും ഹിസ്റ്റോളജിയിൽ. അതിൻ്റെ എക്സ്റേസും MRI ഒക്കെ ആയിരിക്കും റേഡിയോളജി വരുന്നത്. ഈ ബോഡി ഫങ്ഷനിങ് 1ൽ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിയും ബയോകെമും ആണ്. ഫസ്റ്റ് സെമ്മിൽ അത് ഫിസിയോളജിയും സെൽ ബയോളജിയും പിന്നെ ബയോഫിസിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് സെമ്മിൽ ഇത് വരുമ്പോൾ ഫിസിയോളജിയും ബയോകെമും മാത്രം. പിന്നെ നമുക്ക് ക്യാപ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ ഈ ക്ലിനിക്കൽ സ്റ്റിമുലേഷൻ അതുണ്ട്. പിന്നെ നമുക്ക് ജോർജിയൻ ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഫോർ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. സെക്കൻഡ് സെമ്മിൽ വരുമ്പം പിന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ സെൽ ബയോളജി എന്ന് പറഞ്ഞ ജെനറ്റിക്സും സെൽ ബയോളജിയോട് കമ്പൈൻ ചെയ്തൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് സെക്കൻഡ് സെമ്മിൽ വരുമ്പോൾ ഈ ബോഡി ഫങ്ഷനിങ്, ബോഡി സ്ട്രക്ചർ 2ഉം പിന്നെ എക്സ്ട്രാ വരുന്നത് മോളിക്കുലാർ ജെനറ്റിക്സ്, അതായത് ജെനറ്റിക്സിന് മാത്രമായിട്ടൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. പിന്നെ സോഷ്യോളജി അല്ലെങ്കിൽ ഫിലോസഫി അതെന്ന് പറയുന്നത് ഇലക്റ്റീവാണ്. അതിനു മുമ്പേ നമ്മുടെ ഈ സിലബസ് എന്ന് പറയുന്നത് ഓരോ സെമസ്റ്ററിൽ ഇപ്പം മാനറ്ററി സബ്ജക്റ്റും കാണും, എലക്റ്റീവ് സബ്ജക്റ്റും കാണും. ഈ മാനറ്ററി സബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ ഒരു 6-7 സബ്ജക്റ്റ് ആയിരിക്കും. അത് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം നമ്മുടെ സെമസ്റ്ററിൽ. പിന്നെ ഒരു എലക്റ്റീവ് എന്ന് പറഞ്ഞൊരു 4 കോഴ്സ് വരും. ആ 4 കോഴ്സിൽ ഏതെങ്കിലും 2 കോഴ്സ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ എലക്റ്റീവ് കോഴ്സിൽ വരുന്നതാണ് ഈ ഫിലോസഫി അല്ലെങ്കിൽ സോഷ്യോളജി. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഈ സെമസ്റ്റർ പോകുന്നത്. പിന്നെ നമുക്ക് റിസർച്ച് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട്. അങ്ങനെ അത് വരുന്നത്. ആൻഡ് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ സ്കെൽറ്റൽ സിസ്റ്റവും മസിൽ സിസ്റ്റവും ആണെങ്കിൽ
സെക്കൻഡ് സെമസ്റ്ററിൽ ഞാനിപ്പോൾ അനാട്ടമി പഠിക്കുന്ന ഫുൾ നെർവസ് സിസ്റ്റം, ന്യൂറോൺ, ബ്രെയിൻ ഒക്കെയാണ്. ആ സെയിം സാധനത്തിൻ്റെ ഫിസിയോളജിക്കൽ പാർട്ടാണ് ഫിസിയോളജി പഠിക്കുന്നത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും ബോഡിയിൽ ഓരോ പാർട്ടായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. ഇന്ത്യയിൽ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അനാട്ടമി ഒക്കെ ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരു 5 സെമസ്റ്ററോളം, അതായത് 2.5 വർഷത്തോളം നമ്മൾ അനാട്ടമി തന്നെ പഠിക്കുന്നുണ്ട്. കാരണം അത്രയും ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഇത് വരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡിങ് കൊടുത്തേക്കാം. SUവിൻ്റെ സിലബസ്, അതായത് SUവിൻ്റെ പക്ക സബ്ജക്റ്റ് ഞാനിങ്ങനെ ഒരു ഇതായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട്സ് കാണാൻ പറ്റും. സിലബസ് പറ്റി സിലബസ് തീർക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. SUവിലാണ് എങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം നടക്കുന്നു എന്നുള്ളത്. SUവിൽ മെയിനായിട്ട് 2 എക്സാംസ് ആണുള്ളത്. ഒന്ന് മിഡ് ടേമും ഒന്ന് ഫൈനൽ എക്സാമും. ഈ മിഡ് ടേം 20 മാർക്കിന് നടക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. ഫൈനൽ എക്സാം എന്ന് പറയുന്നത് 40 മാർക്സിന് നടക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. അത് ഈ റേഡിയോളജിക്കും പിന്നെ ക്യാപ്സും ഒഴിച്ചു ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടറിൽ സെൻറ്ററിൽ പോയി എഴുതുന്നത്. ക്യാപ്സും റേഡിയോളജി എന്ന് പറയുമ്പോൾ എക്സ്റേ കാണിച്ച് നമ്മൾ ഓറലായിരിക്കും ചില ടീച്ചർമാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് ഓറലായിട്ടായിരിക്കും. ക്യാപ്സ് പിന്നെ നമ്മൾ ചെയ്ത് കാണിക്കണം. ഇപ്പം ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് ഇഞ്ചക്ഷൻ അവരുടെ മുന്നിൽ വെച്ച് മാനിക്യൂറിൽ എടുത്ത് കാണിക്കണം, ആക്ടിവിറ്റി പോലെ 40 മാർക്കിന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 40 മാർക്ക് ക്വിസ്സാണ്. ഇവിടെ ക്വിസ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈവയാണ്, നാട്ടിലെ വൈവ. അപ്പം 40 മാർക്ക് ക്വിസ്, 40 മാർക്ക് ഫൈനൽ എക്സാം, 20 മാർക്ക് മിഡ് ടേം. ഇങ്ങനെയാണ് 100 മാർക്ക് നമ്മൾ ഒരു സെമസ്റ്റർ ഓരോ സബ്ജക്റ്റിനും വരുന്നത്. ഈ ക്വിസ്സിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ടീച്ചർമാർ പറയുവാണ്, ഞാൻ ഈ ആഴ്ച നിങ്ങളെ പഠിപ്പിക്കും. ലെക്ചർ നമുക്ക് ക്ലാസ്സസ് വരുന്നത് അങ്ങനെയാണ്. ക്ലാസ്സസ് ഒരു വീക്ക് വരുന്ന 1 അവർ ലെക്ചറും 2 മണിക്കൂറിൻ്റെ സെമിനാറുമാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അത് വേരി ചെയ്യും. ചില സബ്ജക്റ്റിനൊക്കെ 1 മണിക്കൂർ സെമിനാറും 1 മണിക്കൂർ ലെക്ചറും ആയിരിക്കും. അപ്പം ഈ ലെക്ചറിന് പഠിപ്പിക്കുന്ന സംഭവം നെക്സ്റ്റ് സെമിനാറിന് വരുമ്പം അവർ ചോദിക്കും. ചില ടീച്ചർമാർ റാൻഡമായിട്ട് ചുമ്മാ ചോദിക്കും. ചില ടീച്ചർമാർ പറയും ഞാൻ എല്ലാ വീക്കും ചോദിക്കും, അത് നിങ്ങളുടെ ക്വിസും കൂടിയാണ്. അങ്ങനെ ചില ടീച്ചർമാർ ചെയ്യും. അതായത് ചില ടീച്ചർമാർ ഫുള്ളി ഓറൽ ക്വിസ് നടത്തും. ചില ടീച്ചർമാർ പകുതി ഓറൽ ക്വിസും കുറച്ച് റിട്ടൺ ക്വിസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ചില ടീച്ചർമാർ പ്രിഫർ ചെയ്യും ഞാൻ ഓറൽ ക്വിസ് നടത്തത്തില്ല, അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷൻ വന്ന് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി നമ്മുടെ ആ ടോപ്പിക്കിനെ പറ്റി പ്രസൻറ്റേഷൻ ഉണ്ടാക്കി അവിടെ വന്ന് പറഞ്ഞ് ടീച്ചറിന് ഇഷ്ടപ്പെട്ട് മാർക്ക് തരും. പ്ലസ് അതിലൂടെ റിട്ടേൺ എക്സാം. അങ്ങനെയാണ് ഇവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ. പിന്നെ ഇവിടെ ഏറ്റവും ഞാൻ പറയുന്നില്ലേ പഠിക്കാതിരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ സബ്ജക്റ്റും നമുക്ക് ഫൈനൽ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ക്വിസിന് 40 മാർക്കിൽ 20 മാർക്കിന് മേളിൽ വരണം എല്ലാ സബ്ജക്റ്റും. മിഡ് ടേം ആണെങ്കിൽ 20 മാർക്കിൽ 10 മാർക്കിന് എബോവ് വരണം എല്ലാ സബ്ജക്റ്റും. എന്നാൽ മാത്രമാണ് നമ്മൾ ജയിക്കുന്നത്. അതായത് ഇവിടെ 50% എബോവ് കിട്ടണം നമ്മൾ ജയിക്കണമെങ്കിൽ. അപ്പം ഫൈനൽ എക്സാം നമുക്ക് എഴുതണമെങ്കിൽ മിഡ് ടേമിന് നമ്മൾ പാസ്സാവണം, ക്വിസിന് നമ്മൾ പാസ്സായാൽ മാത്രമേ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡ് ടേം ആക്ച്വലി നമുക്കിപ്പോൾ ഫെയിൽ ആയാൽ ഒരൊറ്റ ചാൻസ് ഉണ്ട്. റിട്ടേൺ എക്സാംസ്, അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസ് ഒക്കെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ ചാൻസ് ഉണ്ട്, റീടേക്ക്. ആ റീടേക്ക് നമുക്ക് ഒന്നും കൂടി കൊടുത്ത് നാട്ടിൽ സപ്ലി പോലെ ഒന്നുകൂടി കൊടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ റീടേക്കിനും പറ്റിയില്ലെങ്കിൽ, റീടേക്ക് നമ്മൾ തോറ്റുപോയെങ്കിൽ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സബ്ജക്റ്റിന് ഓരോ ക്രെഡിറ്റാണ്. അപ്പം ഒരു സബ്ജക്റ്റിന് ഇപ്പം 5 ക്രെഡിറ്റ് ആണെങ്കിൽ 5 × $92, അതായത് ഒരു ക്രെഡിറ്റിന് $92 വെച്ച് നമ്മൾ പൈസ അടിച്ച് ആ കോഴ്സ് നമ്മൾ ഒന്നും കൂടി എടുത്ത്, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ പോയെങ്കിൽ ആ ഫസ്റ്റ് ഇയർ പോയി നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ബാലൻസ് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ചില സബ്ജക്റ്റിന് പ്രീ റിക്വസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ബോഡി സ്ട്രക്ചർ 1 കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ബോഡി സ്ട്രക്ചർ 2 എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതാണ് ഞാൻ എല്ലാവരും ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇവിടെ ജയിക്കാൻ കുറച്ച് നമ്മൾ പഠിച്ചാൽ മാത്രം ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് പിന്നെ പക്ഷേ ഒരു ക്വിസിന് 40 മാർക്കിൽ നമ്മൾ 20 മാർക്ക് ഓറൽ ക്വിസ് ആണല്ലോ. അതിന് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് റീടേക്ക് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഒന്നും കൂടി ഈ സിലബസ് സബ്ജക്റ്റ് പഠിക്കണം. അതാണ് മെയിൻ ഒരു സംഭവം. അതാണ് നമ്മുടെ ഇവിടുത്തെ
പിള്ളേരെല്ലാം ക്വിസിന് മരിച്ച് കിടന്ന് പഠിക്കുന്നത്. കാരണം ചില ടീച്ചർമാരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടാൽ നമുക്ക് നമ്മുടെ ഫുൾ കിളി പറന്നു പോകും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടീച്ചർമാർ വരെ ഉണ്ട്. ഭയങ്കര ടഫാക്കുന്ന ടീച്ചർമാരുണ്ട്. പക്ഷെ അവർ ചില ടീച്ചർമാർ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ വീക്കും അവർ ക്വിസ് നടത്തും. എന്നിട്ട് അവർ ഓരോ മാർക്കിട്ട് ആവറേജ് എടുക്കും. ചില ടീച്ചർമാർ നമുക്ക് ടീച്ചർമാരുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾക്ക് അവസാനം ഒരൊറ്റ ചാൻസ് കൊടുത്തരും, നിങ്ങൾക്ക് മിസ്സായി പോയതും പറയാൻ പറ്റാവുന്ന എല്ലാം കൂടി നമുക്ക് ക്വിസിന് പറയാം. അങ്ങനെ പറയുന്ന ടീച്ചർമാരും ഉണ്ട്. നമുക്കിപ്പോൾ പനിയായിട്ട് ഫിസിക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റിക്കവറി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ റിക്കവറി വെച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ക്വിസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകും ആ സബ്ജക്റ്റിന്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഈ വെബ്സൈറ്റ്. ആൻഡ് SUവിൻ്റെ ഇതിലാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. ഇവിടെ ഫിനാൻസ് വരും, ഇവിടെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ വരും. ആൻഡ് ടേക്ക് മൈ പെൻ ആക്ച്വലി. ആൻഡ് ഇതാണ് എൻ്റെ അസൈൻമെൻറ്റ്സ്. ഇപ്പം ഇവിടെ ഇപ്പോൾ ലേണിംഗിൽ എടുത്താൽ ഇപ്പം എൻ്റെ ബോഡി സ്ട്രക്ചർ 2 ആണ്. കണ്ടില്ലേ? ഇപ്പം ഇവിടെ ടീച്ചർമാർ ഓക്കെ, ടീച്ചർമാർ അവരവരുടെ ഇതിടും, അസൈൻമെൻറ്റ്സൊക്കെ ഇടും. നമുക്ക് നമ്മുടെ PDF കിട്ടും. ആൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അക്കാഡമിക് രജിസ്ട്രേഷനാണ്, GP ഒന്നും നോക്കണ്ട. ആൻഡ് ദിസ് ഈസ് അവർ കോഴ്സ്. എന്താണ് പറയാത്തത്? ഓക്കെ, ഇതാണ് ബോഡി സ്ട്രക്ചർ. സെമസ്റ്റർ 1 നമുക്ക് ബോഡി സ്ട്രക്ചർ ഉണ്ട്, സെൽ ബയോളജി ഉണ്ട്, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ക്ലിനിക്കൽ ആൻഡ് ബോഡി ഫങ്ഷൻ. അതിലാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിസിയോളജി ആൻഡ് ബയോകെം വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ, അതായത് ഇപ്പം ഞാൻ സെക്കൻഡ് സെമസ്റ്ററിലാണത്, അതിൽ ഫുൾ മാൻഡറ്ററി ആണ് 1, 2. അപ്പോൾ ഇതിൽ ഈ പ്രീ റിക്വസ്റ്റ് ഉണ്ടല്ലേ, നമുക്ക് ഇത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഈ സബ്ജക്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് റിസർച്ച് ഉണ്ട്, അത് ഞാൻ നേരത്തെ ഫസ്റ്റ് സെമ്മിൽ എടുത്തായിരുന്നു. ഇത് എലക്റ്റീവാണ്, ഇതിൽ ഏതെങ്കിലും 2 കോഴ്സ് എടുത്താൽ മതി. ഇത് തേർഡ് സെമസ്റ്ററിൽ. അപ്പം എനിക്ക് 3ാമത്തെ സെമസ്റ്ററിൽ ഇതെടുക്കണമെങ്കിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം. കണ്ടോ, ഇതാണപ്പം ഒരു ഓവറോൾ ഇത്. ഈ ഇൻറ്റു മാർക്ക് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എടുത്തതാണ്. കാരണം നമുക്കൊരു സെമസ്റ്ററിൽ ഇവിടെ 30 ക്രെഡിറ്റാണ്. സെമസ്റ്ററിൽ 30 ക്രെഡിറ്റാണ് ഒരു സെമസ്റ്റർ നമുക്ക് അലോ ചെയ്തിട്ടുള്ള സാധനം. അപ്പം നമ്മൾ 6 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ 360 ക്രെഡിറ്റ് എടുക്കണം. ഇവിടെ ലാംഗ്വേജ് ബ്ലോക്കാണിത്. ഇവിടെ ജോർജിയൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ടർക്കിഷ് ഉണ്ട്. പക്ഷേ നമുക്ക് ജോർജിയൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോർജിയനും ജർമ്മനും കൂടി വേണമെങ്കിൽ നിങ്ങൾ വേറെ പൈസ കൊടുത്ത്, അതായത് 4 ക്രെഡിറ്റിൻ്റെ പൈസ കൊടുത്തിട്ട് വേണം നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ. ഇത് 3rd സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റ്, 4th സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റ്, ഇത് 5th സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റ്. ഈ എലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് എടുത്താൽ മതി, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഴ്സ്. അതുകൊണ്ട് 6th സെമസ്റ്ററിൽ 5 മാൻഡറ്ററി സബ്ജക്റ്റ് ഉണ്ട്. എനിക്കിത് എടുക്കണമെങ്കിൽ ഞാൻ ക്യാപ്സ് 5 കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് 6 എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇതാണ് ഓൾമോസ്റ്റ് ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് ഇതാണ് ക്ലിനിക്കൽ ക്ലാസ്സസ് ആണ്. ഇപ്പോൾ സർജറി ഉണ്ട്, ഇത് ഹെൽത്ത് ആൻഡ് സൊസൈറ്റി ഉണ്ട്, പിന്നെ ഇൻറ്റേർണൽ മെഡിസിൻ തുടങ്ങും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. 12 സെമസ്റ്ററിലാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ സർജറി ഇൻറ്റേൺഷിപ്പ്. കണ്ടോ, ലാസ്റ്റ് സെമസ്റ്ററാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ വരുന്ന ഈ ഗൈനക്കോളജി ഒക്കെ ക്ലിനിക്കൽ ക്ലാസ്സസ് ആണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഫീസ് ഇവിടെ വരുന്നത് യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം 5,900 USD ആണ്. അത് INR ആയിട്ട് കൺവേർട്ട് ചെയ്യും. എനിക്കിപ്പോൾ എത്രയാണെന്നറിയാം, എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഒരു 30 lakhs വരും. കാരണം ഇപ്പം INR കുറച്ച് കൂടി നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഒരു 30 lakh വരും ഫീസ്. ഞാൻ വന്ന സമയത്ത് അത് 25 ആയിരുന്നു, കാരണം 27 എന്തോ ഉള്ളായിരുന്നു. കാരണം ഞാൻ വരുമ്പം INR $1 എന്ന് പറയുന്ന 80 rupees ആയിരുന്നു. ഇപ്പോൾ അത് 86 ആയിട്ട് കൂടി.
ഇപ്പോൾ 30 lakhs അടുപ്പിച്ചാകുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഹോസ്റ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഹോസ്റ്റൽ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു ഹോസ്റ്റൽ 4 ഷെയറിങ് വരുന്നത് 200 ആണ് വിത്തൗട്ട് ഫുഡ്. വിത്ത് ഫുഡ് വരുന്ന ഒരു 250-300 റേഞ്ചിലോട്ട് പോകും. ആൻഡ് അപ്പം പെർ മന്ത് എനിക്ക് തോന്നുന്നു ഒരു 30K വേണം നമുക്കൊരു, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണം. അല്ലാതെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ 4 BHK 2 BHK, അത് 4 people ഷെയറിങ് ആണെങ്കിൽ ഫുൾ മൊത്തം കൂടി കൂട്ടിയിട്ടൊരു 500 വരും. അതായത് 2 BHK 500. 2 BHK ആകുമ്പം 500 ആണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ്. അത് 4 people ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം ഡിവൈഡ് ബൈ 4, അപ്പോൾ ഒരാൾക്ക് അത്രയും കുറച്ചാണ് റെൻറ്റ് വരുന്നത്. പിന്നെ യൂട്ടിലിറ്റി എല്ലാം കൂടി കൂട്ടി എനിക്ക് തോന്നുന്നു 50-60 ലാരി വരും. എല്ലാം കൂടി എനിക്ക് തോന്നാലും ഒരു 25-30K അടുത്ത് മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾക്ക് വരും. ആൻഡ് പിന്നെ നമുക്കിവിടെ അല്ലാത്ത ചിലവെന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് ആണ്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഒരു 3 മാസത്തേക്കുള്ള വിസയ്ക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ TRC എന്ന് പറയും, ടെമ്പററി റെസിഡൻറ്റ് കാർഡ്, അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിന് നമ്മൾ ഒരു $200 കൊടുത്താൽ, ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇതിനു വേണ്ടി, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർക്കൊരു $200 കൊടുത്താൽ അവർ TRC എടുത്ത് തരും. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ TRC 1 ഇയറിലേക്കാണ് കിട്ടുന്നത്. ആ 1 ഇയർ കഴിഞ്ഞ് പിന്നെ റിന്യൂ ചെയ്യുമ്പോഴാണ് അതൊരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സത്തേക്ക് കിട്ടുന്നത്. ആൻഡ് നമ്മളിപ്പോൾ സ്വയം എടുക്കുവാണെങ്കിൽ 350 ലാരി വിസയുടെ ചാർജ് വരും. അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ബാങ്കിൽ ഒരു $5,000 കാണിക്കണം. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഏജൻസി അല്ല ആ ഒരു കൺസൾട്ടൻറ്റ് കൊടുക്കുവാണെങ്കിൽ അവർ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കുക. പിന്നെ വരുന്ന ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഇവിടെ നിർബന്ധമാണ്. ഇപ്പം നമ്മുടെ SU ഞാൻ കുറച്ചും കൂടി ഈ SUവിനെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഞാൻ അവിടെ പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ ഫീസും SUവിൻ്റെ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിയും കാണാം, കുറച്ചുകൂടി ഫീസ് കൂടിയ യൂണിവേഴ്സിറ്റിയും കാണാം. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് SUവിൽ നമുക്കൊരു സ്റ്റുഡൻറ്റ് ID ഉണ്ട്. അത് ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇവിടെ പെർ ഇയർ ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു 160 ലാരിക്ക് ബേസിക് ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഇൻഷുറൻസിൻ്റെ വേറെ എക്സ്പെൻസ് ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ചീപ്പാണ്. നമുക്ക് സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ചീപ്പ്. നമുക്കിവിടെ മെട്രോ ഉപയോഗിക്കാം, 0.28 വരത്തുള്ളൂ. അങ്ങനെ ചീപ്പാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ എക്സ്പെൻസ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കേട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പം നമുക്ക് ലോങ് വെക്കേഷൻ വരുന്നത് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ടൈമിലാണ്. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ എന്തായാലും ഒരു 20-25K ഒക്കെ നമ്മൾ ഏർലി ബുക്ക് ചെയ്താൽ കിട്ടും. പിന്നെ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടായാണല്ലോ അതിൽ കുറച്ച് കിട്ടുന്നത്. എന്തായാലും ഒരു 20-25K ഒക്കെ ആവും. അപ്പം എല്ലാം കൂടി ഒരു ഫുൾ ഒരു പാക്കായിട്ട് പറഞ്ഞാൽ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 60 lakh മാക്സിമം അത്രേ ആവത്തുള്ളൂ. 60 ലക്ഷം രൂപ ആവും നമുക്ക് ഫുള്ള് പഠിച്ചിറങ്ങാൻ വേണ്ടി. ഞാൻ ഇതിൽ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് പറയുന്നുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പറയുമ്പം SUവിൽ ആക്ച്വലി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല. SUവിൽ ഇപ്പം യൂണിവേഴ്സിറ്റി ആയിട്ടൊരു ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഏജൻസീസിനാണ് ഹോസ്റ്റൽസ് ഉള്ളത്, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുക. പിന്നെ ഇപ്പം ഞാൻ SUവിൻ്റെ കാര്യം മാത്രമല്ല, അല്ല എനിക്കറിയാവുന്ന കുറച്ചും കൂടി ഇത് പറയുവാണെങ്കിൽ UG ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. അവിടെ എനിക്ക് തോന്നുന്നു പെർ ഇയർ ഫീസ് 6,000 ആണെന്ന് തോന്നുന്നു. പിന്നെ വേറെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഞാനൊരു കുട്ടി വരികയായിരുന്നാണ്. അവിടെ ഫീസ് സിമിലർ ആണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഫസ്റ്റ് സെം ഓൺലൈനിലാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ചിലവർക്ക്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓഫ്ലൈൻ മോഡാണ് ക്ലാസ് വരുന്നത്, ഓൺലൈൻ മോഡൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കിപ്പം ജോർജിയൻ 2 SUവിൽ ജോർജിയൻ 2 എന്ന് പറയുന്ന ക്ലാസ് മാത്രം, ആ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു സെമസ്റ്ററിലോട്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ TSMUവും DTM ഒക്കെയാണ് ഒരു മെഡിക്കൽ കോളേജ്, പക്ക മെഡിക്കൽ കോളേജ് മാത്രം ആയിട്ടുള്ളത്. SUവും UG ഒക്കെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ കൂടെ തന്നെ വേറെ കുറേ ഫാക്കൽറ്റി ഉണ്ട്. ഇപ്പോൾ BSc നഴ്സിംഗ് ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഫാക്കൽറ്റിയും കൂടി വരുന്ന ഒരു സാധനമാണ് SU. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ DTM എന്ന് പറയുന്നത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി മാത്രമാണ്.
അവിടെ നല്ല ഫീസാണ്, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റുമാണ്, ഭയങ്കര പാടാണ് അവിടുത്തെ എക്സാം പാസ്സാവാന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ TSMAയിൽ USMLE കോഴ്സ് ഉണ്ട്, അതിന് $13,000 പെർ ഇയർ കൊടുക്കണം. കാരണം അവിടെ USMLE കൂടെ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയിലും USMLE FMG ഫീസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എവിടെയും പഠിപ്പിക്കുന്നില്ല. നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുത്താൽ പഠിപ്പിക്കുമായിരിക്കും. SUവിൽ ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടില്ല. അല്ലാതെ വേറെ ഇവിടെ ഔട്ട്സൈഡിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ കോച്ചിങ് സെൻറ്റേഴ്സ് അവർ വന്ന് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരൊറ്റ യൂണിവേഴ്സിറ്റി എനിക്കറിയാവുന്നുള്ളത് TSMU ആണ്. അവിടെ പെർ ഇയർ ഫീസ് 13,000 ആണ് വരുന്നത് വിത്ത് USMLE കോഴ്സ്. അല്ലാതെ നോർമൽ കോഴ്സ് ആണെങ്കിൽ $7,000 USD ആണ് വരുന്നത്. പിന്നെ TSMU എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ 2-3 പേര് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് അവർ പറയുന്നത് വെച്ചാൽ കുറച്ച് റേസിസം പഠിച്ച് നമ്മൾ പാസ്സാക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അന്വേഷിച്ചിട്ട് എടുക്കുക. ഡീസൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ SCയും UGയും വരുന്നത്. MBBSനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഫീസ് പറഞ്ഞു, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല, സിലബസ് ഞാൻ പറഞ്ഞു, റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു, പിന്നെന്താ പിന്നെ ഏജൻസി വേണം. നിങ്ങൾക്കപ്പോൾ ഏജൻസിയുടെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യുക. ഞാനപ്പോൾ പറഞ്ഞുതരാം, അല്ലാതെ ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പം നിങ്ങൾ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ ഈസ് ദെയർ എനി സ്കോളർഷിപ്പ് ഓൺ ഇയർ ബൈ ഇയർ ബേസ്ഡ് ഓൺ ദ റാങ്ക് ഇൻ SCU. SCUയിൽ ഇതുപോലെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. നമുക്ക് എത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞാലും ദെയർ ഈസ് നോ സച്ച് കൈൻഡ് ഓഫ് സ്കോളർഷിപ്പ് പ്രൊവൈഡഡ് ബൈ SCU ഓർ എനി അതർ യൂണിവേഴ്സിറ്റി ഇൻ ജോർജിയ. പിന്നെ ഡസ് യൂണി ഹാവ് ഓൺ ബുക്ക് സ്റ്റോർ, ക്യാൻ ബി ബൈ മെഡ് ബുക്ക് ദെയർ. ഇല്ല, യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ദർ ഇസ്, ഇപ്പം ഇംഗ്ലീഷിലാണ് ഒരു ചോദിച്ചത്, ഇംഗ്ലീഷിൽ പറയാ മലയാളത്തിൽ, ഞാൻ മലയാളത്തിൽ പറയാം, സബ്ടൈറ്റിൽ കുറച്ചുകൂടി നന്നായിട്ട് എഴുതി തരാം. ഓക്കെ, അങ്ങനെ ഇല്ല, യൂണിവേഴ്സിറ്റിയിൽ സ്വന്തമായിട്ടൊരു ബുക്ക് സ്റ്റോർ ഇല്ല, നമുക്ക് ബുക്ക് മേടിക്കാൻ വേണ്ടിയുള്ള ബുക്ക് സ്റ്റോർ ഇല്ല. അതിന് പകരം ലൈബ്രറീസ് ഉണ്ട്, നമുക്ക് ബുക്ക് എടുക്കാം, നമുക്ക് പഠിക്കാം, തിരിച്ചു വെക്കാം, ആ ഒരു ഫെസിലിറ്റീസ് ആണുള്ളത്. പിന്നെ ഓൺലൈനായിട്ട് ബുക്ക് മേടിക്കുന്ന ഔട്ട്സൈഡ് സ്റ്റോഴ്സ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ദെൻ ഇറ്റ് ഈസ് നെസസറി ഫോർ ടേക്കിംഗ് അഡ്മിഷൻ, ഇറ്റ് ഈസ് നീറ്റ് നെസസറി ഫോർ ടേക്കിംഗ് അഡ്മിഷൻ ഇൻ ജോർജിയ ആൻഡ് ആഫ്റ്റർ ഗ്രാജുവേഷൻ വി ക്യാൻ റൈറ്റ് FMG എക്സാം ഈവൻ ഇഫ് വി ഡിഡ്ന്റ് റൈറ്റ് നീറ്റ്. FMG എഴുതണമെങ്കിൽ ഐ തിങ്ക് നീറ്റ് കമ്പൽസറി ആണ്. ആൻഡ് നീറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോർജിയയിൽ അഡ്മിഷൻ എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. 6th ഇയറിലേക്ക് ടോട്ടൽ എക്സ്ട്രാ എത്ര ലാക്കാവും, നാട്ടിൽ പോകുന്നത് എത്ര, അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 5,900 ആണ് പെർ ഇയർ വരുന്നത്. അത് ഇൻറ്റു 6 ചെയ്യണം. ആൻഡ് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 30 lakhs ആവും. പിന്നെന്താ ഫുള്ള് കൂടി ഒരു 60 lakh ആവും. പിന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ എക്സാം എഴുതണമെന്ന് ചോദിച്ചു. എക്സാം എഴുതണ്ട, അതിന് പകരം എക്സാം ഇല്ല, ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ സെലക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇത് സ്റ്റഡീസിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ. ഫീസ് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇനി അടുത്ത് BSc നഴ്സിംഗ്. ആക്ച്വലി ഞാൻ കുറച്ചും കൂടി ഹോണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ എന്തിനാണ് ജോർജിയയിൽ വരുന്നത്, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്താണ് ജോർജിയ വന്ന് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ നീറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഞാൻ എന്താ വന്നതെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഐ വിൽ സേ നീറ്റ് ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് സ്ട്രോങ് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണമെന്ന്. അപ്പം വേറൊരു ഓപ്ഷൻ നാട്ടിൽ പ്രൈവറ്റ് കോളേജ് കിട്ടുമായിരുന്നു, പക്ഷേ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. എൻ്റെ ഞങ്ങളുടെ വീട്ടിലില്ല 1 കോടി 2 കോടി ഒന്നും കൊടുക്കാൻ. പിന്നെ അത്രയും ഇല്ല. പിന്നെ നമ്മളൊന്നും ചിന്തിച്ചില്ല. എൻ്റെ കസിൻ ഇവിടെ ഒക്കെ ഉള്ളതുകൊണ്ട് പേരൻസ് പറഞ്ഞാൽ പോയി അബ്രോഡ് പോയി പഠിച്ചോ എന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ ഉള്ള മിക്ക ആൾക്കാരും ചീപ്പായിട്ട് മെഡിസിൻ പഠിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മെഡിക്കൽ ലേണിംഗ് എൻവയോൺമെൻറ്റും ഉണ്ട്. നീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് മിക്ക സ്റ്റുഡൻസ് ഇവിടെ വന്ന് എടുക്കുന്നത്. അല്ലാത്ത ആൾക്കാർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മോസ്റ്റ് ഓഫ് ദ കേസസ് നീറ്റാണ്
നമ്മളെ നാട്ടിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ അറിയാമല്ലോ, അപ്പം കിട്ടത്തില്ല ഇൻ ദ സെൻസ് നീറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ചൂസ് ദിസ്. ഇപ്പോൾ എനിക്ക് നാട്ടിലൊരു സീറ്റ് കിട്ടി, ആ സീറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഒരിക്കലും ഞാൻ ജോർജിയ വന്ന് നീറ്റ് എടുക്കത്തില്ല. അതേപോലത്തെ കേസാണ് ഈ BSc നഴ്സിംഗ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ BSc നഴ്സിംഗ് ഇവിടെ വരാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് നാട്ടിലൊന്നും BSc നഴ്സിംഗ് കിട്ടാഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ കം. അല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ BSc നഴ്സിംഗ് കിട്ടും ഉണ്ടെങ്കിൽ ഐ പ്രിഫർ നിങ്ങൾ അവിടെ നിന്ന് BSc നഴ്സിംഗ് എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു സ്പെഷ്യൽ ഒന്നുമില്ല ഇവിടെ BSc നഴ്സിംഗ്കാർക്ക്. ഇവിടെ BSc നഴ്സിംഗ് പഠിക്കുക അല്ല, അങ്ങനെ ഒരു ഇതുണ്ട്. ഐ എം നോട്ട് ഒഫെൻഡിങ് എനിവൺ. അപ്പം മെഡിസിനെ പറ്റി ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അടുത്ത നമുക്ക് BSc നഴ്സിങ്ങിനെ പറ്റി പറയാം. BSc നഴ്സിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പേ, എന്തുകൊണ്ട് നമ്മളെല്ലാവരും ജോർജിയ ചൂസ് ചെയ്യുന്നു മെഡിസിൻ പഠിക്കാൻ വേണ്ടി? അപ്പം ഞാൻ ടു ബി ഹോണസ്റ്റ്, ഭയങ്കര ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ, എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്തുകൊണ്ട് ജോർജിയ നീ എടുത്തെന്ന് ചോദിച്ചാൽ, എനിക്ക് നീറ്റ് കിട്ടിയിട്ടില്ല. നീറ്റ് കിട്ടിയില്ല ഇൻ ദ സെൻസ് നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ വട്ടുള്ള മാർക്ക് എനിക്കില്ലേനു. പിന്നെ പ്രൈവറ്റ് സീറ്റ് എടുക്കാനുള്ള അത്രയും കാശും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അബ്രോഡ് ചൂസ് ചെയ്തത്. അപ്പം ജോർജിയ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള ഔട്ട്സൈഡ് കൺട്രീസിനേക്കാളും കുറച്ചും കൂടി ക്ലിനിക്കൽ എക്സ്പോഷറും കുറച്ചും കൂടി എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതായിട്ടുള്ളത് ജോർജിയ ആയിട്ട് എനിക്ക് എന്ന് പേഴ്സണലി തോന്നി. അതുകൊണ്ട് ജോർജിയ എടുത്തു. പിന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിക്കുമായിരുന്നു. സോ ദാറ്റ്സ് അതും ഒരു മെയിൻ റീസണാണ് ഞാൻ വന്നതിന്. ഇപ്പം പിന്നെ ഇവിടെ പഠിക്കുന്ന മിക്ക കുട്ടികളുടെയും റീസൺ മേ ബി ബിക്കോസ് ഓഫ് നീറ്റ് ആയിരിക്കും. നീറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട്, നമുക്ക് ഡോക്ടർ ആവണം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ വന്നു. അതുകൊണ്ടാണ്. അപ്പം കുറേ പേര് എനിക്ക് ആക്ച്വലി ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് മെഡിക്കലിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ വരുമെന്നാണ്. അല്ലാതെ എങ്ങനെ മെഡിസിൻ നമുക്കിടും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു 2-3 മാസത്തിന് മുമ്പ് തൊട്ട് എനിക്ക് ഫുൾ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് ആണ്. ഞാൻ പക്ഷേ ഈ ഫസ്റ്റ് വീഡിയോയിലൊന്നും ഞാൻ BSc നഴ്സിങ്ങിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇതിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ BSc നഴ്സിങ്ങിനെ പറ്റി എവിടെയും ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഭയങ്കരമായിട്ട് BSc നഴ്സിംഗ് ഇങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ, BSc നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർ, ഐ വോണ്ട് ടു ആസ്ക് യു, ലൈക്ക് നാട്ടിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കിട്ടാഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടെ വരുന്നത്? ബിക്കോസ് MBBS പഠിക്കുന്ന മിക്ക പിള്ളേർക്കും നാട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ജോർജിയ ചൂസ് ചെയ്തത്. അല്ലാതെ നാട്ടിൽ എനിക്ക് സീറ്റ് കിട്ടിയിട്ട് അല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. നാട്ടിൽ കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു. BSc നഴ്സിംഗ് എനിക്ക് തോന്നുന്നു ഇപ്പം മെഡിസിൻ്റെ അത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഐ ഫീൽ ലൈക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ സോറി ഇഫ് ഐ എം നോട്ട് റോങ്. BSc എനിക്ക് സ്റ്റിൽ നമുക്ക് പ്രൈവറ്റിലായാലും അത്രയ്ക്ക് ഫീസൊന്നും ഇല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ പേര് പറയുന്നു BSc നഴ്സിംഗ് ഇവിടെ ഫീസ് കുറവാണ് കമ്പയറിങ് ടു ഇന്ത്യ. പക്ഷെ നിങ്ങൾ കമ്പയറിങ് ടു ഇന്ത്യ ചിലപ്പം ഫീസ് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമുണ്ട്, മന്ത്ലി എക്സ്പെൻസ്. നാട്ടിലെ മന്ത്ലി എക്സ്പെൻസ് അല്ല ഒരിക്കലും ജോർജിയയിൽ. ഇപ്പം MBBS ആയാലും BSc നഴ്സിംഗ് ആയാലും വേറെ ഏത് കോഴ്സ് പഠിച്ചാലും 30K ആവും പെർ മന്ത് നമുക്ക് മന്ത്ലി എക്സ്പെൻസ്. അതിൻ്റെ കൂടെ ഈ നാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റ്, തിരിച്ചു വരുന്ന ഫ്ലൈറ്റ്, ഇൻഷുറൻസ്, വിസ പ്രോസസ്സിങ്, ഇതിനൊക്കെ നല്ല പൈസയാവും. അപ്പം നിങ്ങൾ അതെല്ലാം കൂടി കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നാട്ടിലേക്കാളും പൈസ കുറവാണ് ഇവിടെ പഠിക്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ BSc നഴ്സിംഗ് മെഡിസിനെ പോലെ തന്നെ ഈ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് മാനിക്വേഴ്സ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ സ്യൂച്ചർ ചെയ്യാനോ ഒന്നും ഇവിടെ പറ്റത്തില്ല. അതിപ്പം BSc നഴ്സിംഗ് ആയാലും മെഡിസിൻ ആയാലും പേഷ്യൻസിന് തൊടാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിലിപ്പോൾ BSc നഴ്സിംഗിലെ കുട്ടികൾക്ക് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾക്ക് ബെഡ് മേക്കിംഗ് അവിടെ പറ്റും, BP സ്വന്തം ഒരു പേഷ്യൻ്റ് എടുത്തെടുക്കാൻ പറ്റും, അവർക്ക് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, സ്യൂച്ചറിങ് ചെയ്യാൻ പറ്റും, എല്ലാം ഹാൻഡ് ഓൺ ഹാൻഡ് ഇത് സാധനം നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഫീസ് കുറവുള്ളതുകൊണ്ട് മാത്രം എടുക്കണോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാട്ടിലൊരു സീറ്റ് കിട്ടുമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന നാട്ടിൽ പഠിക്കുന്നതാണ് നല്ലത്. നമുക്കത് ബേസിക്കലി നമുക്കത് കിട്ടാത്തതുകൊണ്ട് നമുക്കിത്ര ആഗ്രഹമുള്ളതുകൊണ്ടും എടുക്കാൻ പറ്റുന്നൊരു കൺട്രിയാണ് ജോർജിയ. അപ്പോൾ BSc നഴ്സിംഗ് നിങ്ങൾ കുറച്ചും കൂടി നോക്കുക. നാട്ടിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ പഠിക്കുക. അല്ലാത്ത ഈ കൊമേഴ്സ് സ്ട്രീം, അതായത് ഇവിടെ BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ +2 കൊമേഴ്സ് എടുക്കണമെന്നില്ല.
അപ്പം അങ്ങനെ കുറേ കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഓക്കെ, നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആവാൻ ആഗ്രഹമുണ്ട്, നാട്ടിൽ കൊമേഴ്സ് സ്ട്രീം എടുത്തുകൊണ്ട് കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്കിവിടെ വന്ന് BSc നഴ്സിംഗ് പഠിക്കാം. പിന്നെ കുറേ പേര് പറയുന്നത് ഇങ്ങനെ ജർമ്മനിക്ക് വേണ്ടി കുറേ പേര് ട്രൈ ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല, സോ അവർ ജോർജിയ എടുക്കുന്നു. അങ്ങനെ കുറച്ച് ഇയർ ഡ്രോപ്പായി, അങ്ങനെ ജോർജിയ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് പറയാം. ഞാൻ പറയുന്നത് നാട്ടിൽ അഡ്മിഷൻ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുട്ടികൾ, അത് വേണ്ടാന്ന് വെച്ച് ഇവിടെ വരുന്നവരുടെ കാര്യം കേട്ടോ. കുറേ കുട്ടികൾ ഈ പാർട്ട് ടൈം ഒക്കെ മുന്നിൽ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് ആക്ച്വലി ഞാൻ പാർട്ട് ടൈം ജോബിൻ്റെ ആ ഒരു ഇതിൽ പറയാം, എന്നാലും ഇവിടെ ചെറുതായിട്ട് പറയാം. പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസും മന്ത്ലി എക്സ്പെൻസും കവർ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാരണം നമ്മളിവിടെ സ്റ്റുഡൻ്റ് ആണ്, നമുക്ക് അവിടെ അത്രയ്ക്കും പൈസയൊന്നും കിട്ടുന്നില്ല. എൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് കവർ ചെയ്തു, അത്ര മാത്രമല്ല. അത് ഫീസ് നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ പാർട്ട് ടൈം കിട്ടുന്നുണ്ട്. ഒരിക്കലും ഇവിടെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ല പാർട്ട് ടൈം ഒരു ബേസിക് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് കഴിഞ്ഞു പോയി ഒരു 10,000-3,000 രൂപ എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റും. അത്രേ കിട്ടുള്ളൂ. കാരണം നമ്മൾ പാർട്ട് ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പോകുന്നതുകൊണ്ട് ഇത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ കുറേ കുട്ടികൾ പറയുന്നുണ്ട്, പിന്നെ എന്താ കുറേ ഐ തിങ്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ BSc നഴ്സിംഗ് ഒക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ പറയുന്ന പോലെ കൊമേഴ്സ് സ്ട്രീമാണ് എടുത്തത്, കുറേ വർഷം പോയി നിങ്ങൾക്ക് പുറത്ത് തന്നെ പോയി പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ BSc നഴ്സിംഗ് എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യം UG ആണോ SCU ആണോ BSc നഴ്സിംഗ് നല്ലതെന്ന്. ഞാൻ പറയും BSc നഴ്സിംഗ് നല്ലത് UG ആണ്. കാരണം UGക്കാണ് കുറച്ചും കൂടി ഹിസ്റ്ററി ഉള്ളത് BSc നഴ്സിംഗ് എൻറോൾ ആയി. കാരണം SUവിൽ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. പിന്നെ +2 കൊമേഴ്സ് ഉള്ള കുട്ടികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാം, മെഡിസിൻ പഠിക്കാൻ പറ്റത്തില്ല. മെഡിസിൻ പഠിക്കണമെങ്കിൽ സയൻസ് തന്നെ വേണം, +2 ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഫീസ് എനിക്ക് തോന്നുന്നു $3,600 per year ആണ് വരുന്നത്, വിത്തൗട്ട് ദിസ് മന്ത്ലി എക്സ്പെൻസ്. പിന്നെ ഇംഗ്ലീഷിലാണ് സിലബസ് പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് അത്രേ അറിയത്തുള്ളൂ കേട്ടോ, കൂടുതൽ അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസി ഹെൽപ്പ് വേണമെങ്കിൽ DM ചെയ്താൽ ഞാൻ പേഴ്സണലായിട്ട് ഏജൻസിയുടെ നമ്പർ തരാം. പിന്നെ ജോബിനെ പറ്റിയാണ്. ഞാൻ ജോബിനെ പറ്റി ഒരു വീഡിയോ ഇട്ടതിൻ്റെ മെയിൻ റീസൺ, ഞാൻ ആക്ച്വലി സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഇട്ടേക്കാം. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈമിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സൈറ്റ് വഴി ചെയ്താൽ ജോബ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിലോട്ട് വരുന്നത്. ആൻഡ് കുറേ പേര് ആ പാർട്ട് ടൈം ജോബ് കണ്ടുകൊണ്ട് എനിക്ക് സ്റ്റുഡൻസ് അല്ലാത്ത ജോബ് സീക്കിങ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇതായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ ജോബ് സീക്കർ ജോർജിയ ഈസ് നോട്ട് എ കൺട്രിയിലോട്ട് വരാൻ. ആസ് എ ജോബ് സീക്കർ ജോർജിയ ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഓപ്ഷൻ. കാരണം ജോർജിയ എന്ന് പറയുന്നത് അത്രയ്ക്കും ഫിനാൻഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി അല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജോർജിയ ഇതുവരെയും യൂറോപ്യൻ യൂണിയനായിട്ടില്ല. സ്റ്റിൽ ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഇൻ ടു ആൻ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ഇപ്പോഴും അതൊരു ഏഷ്യ കൺട്രിയാണ്, യൂറോപ്യൻ യൂണിയൻ ആയിട്ടില്ല. അപ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒരു യൂറോപ്യൻ യൂണിറ്റ് അല്ല. അപ്പം സാലറിയും അത്രയ്ക്കില്ല. യൂറോപ്പിലൊക്കെ ഇപ്പോൾ പെർ അവർ നല്ല പൈസ കിട്ടുമെങ്കിൽ ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ പെർ അവർ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 6 ലാരിയാണ്. അതിപ്പം ഞാൻ പറയുന്ന ഒരു ബേസിക് ജോലിയെ പറ്റിയാണ്. ആ ജോലിയിലാണ് 6 ലാരി കിട്ടുന്നത്. അല്ലാതെ 6 ലാരി കൂടുതൽ ജോലി കിട്ടുന്നുണ്ട്, 6 ലാരി കുറവ് കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് സ്കെയിലാണ് ഈ 6 ലാരി. അപ്പം ജോബ് സീക്കിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല ജോർജിയ ഈസ് നോട്ട് ദാറ്റ് മച്ച് വലിയൊരു ഇതായിരിക്കും. കാരണം അത്രയ്ക്കും ഒരു മാസം 1 ലക്ഷം രൂപ ഒക്കെ കിട്ടുന്ന ജോലി ആസ് എ ഫുഡ് പാക്കർ, ആസ് എ സൂപ്പർ മാർക്കറ്റിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവിടെ 1 ലക്ഷം രൂപ കിട്ടുന്ന ജോലിയാണെങ്കിൽ അതൊരിക്കലും ഈ സൂപ്പർ മാർക്കറ്റ്സിലോ ഫുഡ് പാക്കിങ് അങ്ങനത്തെ സംഭവത്തിലൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉള്ളതാണ്. അങ്ങനെ അത്രയ്ക്കും പൈസ ഇല്ല ഇവിടെ കിട്ടാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജോർജിയ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് അത്രയ്ക്കും ഉള്ള കൺട്രി അല്ല. പിന്നെ സ്റ്റുഡൻസിന് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് എ 1 hour ഫ്രീ ഇൻ ആൻ മിഡ് സ്കൂളിൽ ലൈക്ക്. പക്ഷേ ഇവിടെ ജോർജിയയിൽ എന്താ I am glorifying part-time job as a med student. It's different. ഒരിക്കലും നമ്മൾ നാട്ടിലെ MBBSും ഇവിടുത്തെ MBBSും തമ്മിൽ കമ്പയർ ചെയ്യില്ല. കാരണം മെയിൻ റീസൺ പറയാം, നാട്ടിൽ MBBSൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്.
രാവിലെ 9 തൊട്ട് അല്ലെങ്കിൽ 8 തൊട്ട് 5 മണി വരെ 4 മണി വരെ ഫുൾ പാക്ക്ഡാണ് അവരുടെ ടൈം ടേബിൾ. ആൻഡ് അവർക്ക് അത്രയും അവർ ക്ലാസ്സിൽ പോകണം, ക്ലാസ് കട്ട് ചെയ്ത അറ്റൻഡൻസിൻ്റെ പ്രോബ്ലം വരരുത്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ജോർജിയയിൽ അറ്റൻഡൻസ് ഇല്ല. ലൈക്ക് ആരും കമ്പയർ ചെയ്യത്തില്ല നിങ്ങളോട് ക്ലാസ്സിൽ വരണം, നിങ്ങൾ അറ്റൻഡൻസ് കുറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അപ്പം പിന്നെ വളരെ ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ടൈം ടേബിൾ ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം അക്കാഡമിക് രജിസ്ട്രേഷൻ 2 ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും പല പല ടൈമുണ്ട്. ഒരു മണിക്കൂർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിസിയോളജി മൺഡേ 6 മണിക്കൂറിനുണ്ട്, ട്യൂസ്ഡേ 7 മണിക്കൂറിനുണ്ട്, ഫ്രൈഡേ 7 മണിക്കൂറിനുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കൺവീനിയൻ്റ് അനുസരിച്ചായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഞാനൊക്കെ എടുത്തേക്കുന്നത്, എനിക്ക് 3 ദിവസമേ യൂണിവേഴ്സിറ്റി ക്ലാസ് ഉള്ളൂ. പക്ഷേ ആ 3 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 7 മണി വരെ ആയിരിക്കും. ഈ 3 ദിവസം ഒരു ബ്രേക്ക് പോലും ഇല്ലാതാണ് ഞാൻ ടൈം ടേബിൾ എടുത്തിരിക്കുന്നത്. കാരണം ബാക്കി 3 ദിവസം എനിക്ക് ഫ്രീ ആയിട്ടിരുന്നു കുറച്ചും കൂടി പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത കുട്ടികളുണ്ട്, അവരൊരു പെർ അവർ 4 അവർ 5 അവർ മണിക്കൂർ ടൈം ടേബിൾ വെച്ച് എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ സ്വയം ഒരിതാണ്. ഐ എം നോട്ട് ഗ്ലോറിഫൈയിങ് MBBSയിൽ. ഞാനിപ്പോൾ എനിക്ക് നേരത്തെ ഒരു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു, ഞാൻ നിർത്തി. കാരണം എനിക്കത് ആ ജോലി ഒരു 9 അവർ 10 അവർ ഷിഫ്റ്റ് ജോലിയാണ്. അതെനിക്ക് എൻ്റെ പഠിത്തമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ല എന്നെനിക്ക് തോന്നി. ഹെക്റ്റിക് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ആ ജോലി നിർത്തി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമുക്ക് ചില കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുറച്ചെങ്കിലും എക്സ്പെൻസ് എൻ്റേതായ രീതിയിൽ ജോലി ചെയ്ത് കണ്ടെത്തണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈം ജോബിന് പോകുന്നതും. കുറച്ച് ഹെക്റ്റിക് ആയാലും ഐ ആം ഏബിൾ ടു മാനേജ്. ദ മെയിൻ തിങ് ഈസ് ഐ ആം ഏബിൾ ടു മാനേജ് മൈ സ്റ്റഡീസ് ആൻഡ് മൈ വർക്ക്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. MBBS എന്ന് പറയുന്നത്, ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട്, MBBS എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോർമൽ ഡിഗ്രി. നല്ലപോലെ പഠിക്കാനുണ്ട്. നമ്മളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. ഇവിടെ ഓക്കെ, ദാറ്റ്സ് ദ തിങ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ജോബ് വന്നാൽ കിട്ടും ആസ് എ ജോബ് സീക്ക് ഇല്ല, എനിക്ക് തോന്നുന്നില്ല ജോർജിക്ക്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ജോർജിക്ക് അത്രയ്ക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ഒന്നും തോന്നില്ല. ഞാൻ ഇട്ട വീഡിയോ ഇറ്റ്സ് മെയിൻലി ബേസ്ഡ് ഓൺ സ്റ്റുഡൻസിന് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് ജസ്റ്റ് അവരുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് കവർ ചെയ്തു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ പെർ അവർ വർക്ക് ചെയ്യുന്നതിന് 6 ലാരിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളിപ്പം ഒരു ദിവസം പോയി 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് കിട്ടും അങ്ങനല്ല. ഇവിടെ 6 ലാരി പെർ അവർ ഉണ്ടെങ്കിൽ മിനിമം ഇത്ര മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. അത് ആ ഒരു മിനിമം ചില ഇവിടെയൊക്കെ 7 മണിക്കൂറായിരിക്കും, ചിലയിടത്ത് 8 മണിക്കൂറായിരിക്കും, ചിലയിടത്ത് 9 മണിക്കൂറായിരിക്കും, ചിലയിടത്ത് 12 മണിക്കൂറായിരിക്കും. അപ്പം അവർ നമ്മൾ മിനിമം അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് അവർ ഈ പെർ അവർ 6 ലാരി വെച്ച് തരുന്നത്. ആണെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പ്, അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ്. നമ്മൾ ചൂസ് ചെയ്യാണ്, എനിക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ജോലി ചെയ്യാം. അത് മറ്റേ നാട്ടിൽ സ്വിഗ്ഗി ഓടുന്ന പോലെ തന്നെ ഉള്ളൂ ഇവിടെ. അതിനും ഈ പൈസയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറച്ചും കൂടി പൈസ കിട്ടുന്ന ജോലിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത് ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കസ്റ്റമർ കെയർ ഏജൻറ്റ്. അതിന് പക്ഷെ നല്ല പൈസ, നമ്മൾ നല്ല പോലെ ലിക്ക് വേണം. കാരണം നല്ല പോലെ അതിന് ആപ്ലിക്കേഷൻസ് പോകുന്നുള്ളതുകൊണ്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, SUയിൽ അല്ലെങ്കിൽ ജോർജിയയിൽ ഒരു ഇൻടേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇൻടേക്ക് മെയിൻലി പെർ ഇയർ 2 വട്ടമായിട്ടാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന് സെപ്റ്റംബർ ഇൻടേക്കും പിന്നെ മാർച്ച് ഇൻടേക്കുമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ജോർജിയയിൽ വിസ കിട്ടാൻ കുറച്ച് താമസം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഡിസംബറിലൊക്കെ ഇങ്ങോട്ടേക്ക് വരാം, ഡിസംബർ ജാനുവരി ഒക്കെ വരാം. അപ്പം ഡിസംബർ വരെ വന്നാൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ തുടങ്ങിയ ഇൻടേക്കിലോട്ട് നിങ്ങളെ അവർ കയറ്റും. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുണ്ട്. കുറച്ച് ലേറ്റായിട്ട് വിസ വരുന്നത്, അപ്പോൾ അത് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. മെയിനായിട്ട് ഒരു ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഇൻടേക്കും മാർച്ച് ഇൻടേക്കുമാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ക്ലിനിക്കൽ പറഞ്ഞല്ലോ, ഇപ്പം ഇതുപോലെ നമുക്ക് ഹാൻഡ് ടു ഹാൻഡ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഡൗട്ടായിരിക്കും ഈ ക്ലിനിക്കൽ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും, എങ്ങനെ നമുക്ക് പേഷ്യൻസ് കുറച്ചുകൂടി ക്ലിനിക്കൽ എക്സ്പോഷർ കുറേയും കൂടി കിട്ടുന്നത്. അതിൽ ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ചില വർക്ക്ഷോപ്സ് നടക്കും. അതായത് ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇവിടെ ഫസ്റ്റ് ഇയർ ഒന്നും ഡൈസെക്ഷൻ ഇല്ല.
അപ്പം ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ അറിയിക്കാൻ പുറത്തെ രാജ്യത്ത് ഡൈസെക്ഷൻ ഒന്നുമില്ല. അപ്പം പക്ഷേ ഇവിടെ ചില വർക്ക്ഷോപ്പ് നടക്കും. അതായത് ഇപ്പം ഓർഗൻ ഡൈസെക്ഷൻ നടക്കും, ചില ഹാൻഡ് ടു ഹാൻഡ് ഡൈസെക്ഷൻ നടക്കും. അങ്ങനത്തെ ഒക്കെ ഉള്ളത് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് അതിൽ ചേർന്ന് അങ്ങനെ പോകാൻ പറ്റുന്ന വർക്ക്ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ലോങ് വെക്കേഷൻ, ഒരു 3 മാസം വെക്കേഷൻ വരുമ്പം നമ്മൾ 3rd സെമസ്റ്റർ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോകുന്ന ടൈമിൽ നമുക്ക് ഒബ്സർവേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും. അതായത് ചില ഹോസ്പിറ്റൽസൊക്കെ ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഒബ്സർവേഷൻഷിപ്പ്, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും സർജറി. അപ്പോൾ അവിടെ നമ്മൾ നല്ലപോലെ പഠിച്ച് നമ്മൾക്ക് ഉറപ്പ് വരുത്തി അവർ ചിലപ്പോൾ നമുക്ക് 1-2 ഇത് തരും, കുറച്ചുകൂടി ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലേ, ഒത്തിരി ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് DM ചെയ്യുക. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ആർക്കും ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടില്ല. നിങ്ങൾ ഒരു ഡേ ഒക്കെ മാക്സിമം പോയാൽ ഡിലേ ആവത്തുള്ളൂ. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. അപ്പം DM ചെയ്യുക ഡൗട്ട്സ് റിഗാർഡിങ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ MBBSൻ്റെ കാര്യം എല്ലാം പറഞ്ഞു, സിലബസും എല്ലാം കവർ ചെയ്തു. നഴ്സിംഗും ഞാൻ ഉൾപ്പെടുത്തി എനിക്കറിയാവുന്ന പോലെ. ആൻഡ് പാർട്ട് ടൈം ജോബിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.